ക്ലാസ്സിലെ 2024 നടന്ന സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1-ൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നിറം നൽകാമെന്നതാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആനയുണ്ട്, അണ്ണാനുണ്ട്, ഒരു പക്ഷിയുണ്ട്, മരമുണ്ട്, അതുപോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കളേഴ്സ് കൊടുക്കുക. ദെൻ രണ്ടാമത്തേത് വായിക്കാം എഴുതാം എന്നതാണ്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. എന്താ പാരഗ്രാഫിൽ? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയി. കാട് ശാന്തമായി. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ പിന്നെയും നടക്കാൻ തുടങ്ങി. നമുക്ക് അങ്ങേ മലയുടെ ചെരുവിൽ പോകാം, അണ്ണാൻ കുഞ്ഞ് ഉത്സാഹത്തോടെ പറഞ്ഞു. പൊടുന്നനെ ആനമൂപ്പൻ നിന്നു. തുമ്പിക്കൈ ഉയർത്തി ചുറ്റിലും മണം പിടിച്ചു. എന്തൊരു സുഗന്ധം! എവിടുന്നാണ് ഈ വിശേഷപ്പെട്ട മണം? സുഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. അവർ കാട് മുഴുവൻ അരിച്ചു പെറുക്കി. ഒടുവിൽ ഇരുവരും കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. അത് 1-2 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് തൊട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതിയാണ് വേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാട് ശാന്തമായത് എപ്പോൾ? കാട് ശാന്തമായത് എപ്പോൾ? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയി. കാട് ശാന്തമായി, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ എപ്പോഴാണ് കാട് ശാന്തമായത്? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയപ്പോൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആനമൂപ്പൻ മണം പിടിച്ചത് എങ്ങനെ? എങ്ങനെയാ? തുമ്പിക്കൈ ഉയർത്തി മണം പിടിച്ചു എന്നല്ലേ? അപ്പോൾ ആനമൂപ്പൻ മണം പിടിച്ചത് എങ്ങനെ? തുമ്പിക്കൈ ഉയർത്തി. മൂന്നാമത്തെ ചോദ്യം, സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി അവർ എത്തിച്ചേർന്നത് എവിടെ? കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ. അവിടെയാണ് അവരെത്തിച്ചേർന്നത്. അടുത്തത്, പെട്ടെന്ന് എന്ന പദത്തിന് പകരമുള്ള പദം. പാരഗ്രാഫിൽ പെട്ടെന്ന് എന്ന പദത്തിന് പകരം ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. പൊടുന്നനെ ആനമൂപ്പൻ നിന്നു എന്ന് പറയുന്നില്ലേ? അപ്പോൾ പൊടുന്നനെ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിച്ച പദമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവർ കാട്ടിലാകെ തിരഞ്ഞത് എന്താണ്? എന്താ തിരഞ്ഞത്? സുഗന്ധത്തിൻ്റെ ഉറവിടം. സുഗന്ധത്തിൻ്റെ ഉറവിടമാണ് അവർ കാട്ടിലാകെ തിരഞ്ഞത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്രൂട്ട്സ്? മാത്സിൻ്റെയാണ് വരുന്നത്. ഓൺ ദെയർ വേ ബാക്ക് ഫ്രം ദ ഗാർഡൻ ഓഫ് കിങ് കേശൻ ദേ റീച്ച്ഡ് ദ പ്ലാന്റെയിൻ ഗാർഡൻ ഓഫ് ദ കിങ് ഓഫ് കതിരണി ദേശം. അവർ എന്താ കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നും തിരിച്ചിട്ട് അവരെവിടെ എത്തി? കതിരണി ദേശത്തെ രാജാവിൻ്റെ തോട്ടത്തിലെത്തി. ദ കിങ് ഗേവ് ദെം എ ബഞ്ച് ഓഫ് ബനാന. കതിരണി ദേശത്തെ രാജാവ് അവർക്ക് എന്ത് കൊടുത്തു? ഒരു കുല പഴം കൊടുത്തു. അടുത്തത് കൊടുത്തിട്ടുള്ളത് വായിക്കുക. ദർ ആർ 85 ബനാനാസ് ഇൻ ദ ബഞ്ച്. ആ കൊലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? 85 പഴം ഉണ്ടായിരുന്നു. 85 ബനാനാസ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദം 42 ആർ റോ. അതിൽ 42 എണ്ണം പാകമാകാത്ത പഴമാണ്, അതായത് പച്ചപ്പഴമാണ്. ഹൗ മെനി ആർ ദ റൈപ്പ് വൺസ്? അപ്പോൾ പാകമായ പഴങ്ങൾ എത്രയുണ്ടാവും? ടോട്ടലി 85 ബനാനാസാണ് ഉണ്ടായില്ലേ. അതിൽ 42 റോയാണ്. അപ്പോൾ റൈപ്പായിട്ട് എത്ര പഴം ഉണ്ടായിട്ടുണ്ടാവും? പാകമായ എത്ര പഴം എന്ന് കാണാൻ 85-ന്ന് 42 കുറച്ചാൽ മതി. അപ്പോൾ 85 മൈനസ് 42 ഇസ് ഈക്വൽ ടു 43. അപ്പോൾ 42 ബനാനാസ് ആർ റോ ആൻഡ് 43 ബനാനാസ് ആർ റൈപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ബനാനാസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് 85 ആണ് ബനാനാസിൻ്റെ നമ്പർ തന്നിട്ടുള്ളത്. ആ 85-നെ ഡിഫറെൻറ്റ് വേയ്സിൽ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? 90 മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 90-ന്ന് എത്ര മൈനസ് ചെയ്താലാണ് 85 കിട്ടുക? 90 മൈനസ് 5 ആണ് 85. 90 മൈനസ് 5 85. ദെൻ നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഡാഷ് ടെൻസ് ഡാഷ് വൺസ്. 85 എന്ന് പറയുമ്പോൾ 8 ടെൻസും 5 വൺസും ആണ് അല്ലേ? അപ്പോൾ 8 ടെൻസ് 5 വൺസ്.
ദെൻ നെക്സ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്യാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്തിട്ട് 85 കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം? 80 + 5 ചെയ്യാം. ഒന്ന് നമുക്ക് 80 + 5 ചെയ്യാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 75 + 10 ചെയ്യാം. 75 + 10 ചെയ്യാം. 75 + 10 = 85. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 84 + 1 ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് 84 + 1 ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി രണ്ടെണ്ണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത് 90 - കൊടുക്കുമ്പോൾ 5 തന്നെ വേണം. അതുപോലെ 8 10s 5 1s കൊടുക്കണം. ബാക്കി രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 85 കിട്ടണം. ഓക്കെ. അടുത്തത് ഇലവിശേഷം. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആനമൂപ്പൻ ഒരു വാഴയില ഒടിച്ചെടുത്ത് അണ്ണാൻ കുഞ്ഞിനു മീതെ കുടയായി പിടിച്ചു. ഇലകൾ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ്? താഴെ കൊടുത്ത ഇലകൾക്കു നേരെ ഓരോ ഉപയോഗം എഴുതുക. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് വാഴയിലയാണ്. വാഴയിലയുടെ ഉപയോഗം എന്താ? വാഴയിലയുടെ ഉപയോഗം, വാഴയില നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സദ്യ വിളമ്പാൻ. അപ്പോൾ വാഴയിലയുടെ ഉപയോഗത്തിൽ നമുക്ക് എന്ത് എഴുതാം? സദ്യ വിളമ്പാൻ. അടുത്തത് തുളസിയില. തുളസിയില നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തുളസിയിലയുടെ നേരെ ഔഷധം എന്ന് എഴുതാം. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ചീരയിലയാണ്. എന്തിനുപയോഗിക്കുന്നതാ? കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. ചെമ്പരത്തി ഇല മുടിയുടെ സംരക്ഷണത്തിന്, മുടിയുടെ സംരക്ഷണം. പിന്നെ തെങ്ങോല. തെങ്ങോല നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇത്രയാണ് ഇലവിശേഷങ്ങളിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കടങ്കഥപ്പയറ്റാണ്. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും തമ്മിൽ വാശിയേറിയ കടങ്കഥപ്പയറ്റ് നടക്കുകയാണ്. കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ അവരെ സഹായിക്കാമോ? അപ്പോൾ ആദ്യം ആനമൂപ്പൻ അണ്ണാൻ കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യമാണ് കാറ്റു കുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. അതിന് ആൻസർ അണ്ണാൻ കുഞ്ഞ് പറയണം. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? കാറ്റു കുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. ഉത്തരം വരുന്നത് ബലൂണ്. രണ്ടാമത് അണ്ണാൻ കുഞ്ഞാണ് ചോദിക്കുന്നത് വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. അപ്പോൾ എന്താ ആനമൂപ്പൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക? കണ്ണ്. കണ്ണാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ആനമൂപ്പൻ ചോദിക്കുന്നത് കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ മായും ഞാൻ. ഞാൻ ആരാണെന്ന് പറയാമോ? കടലിൽ നിന്ന് വരുന്നു, അടുക്കളയിലുണ്ട്, വെള്ളം തൊട്ടാൽ മായും. ആരാണെന്നാണ് ചോദിക്കുന്നത്. പണ്ണാങ്കുഞ്ഞ് ഉത്തരം കൊടുക്കും. എന്താ അതിൻ്റെ ഉത്തരം? ഉപ്പ്. അടുത്തത് അണ്ണാങ്കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ് ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. എന്താ അതിൻ്റെ ഉത്തരം വരിക? ക്യാമറയാണ്. അപ്പോൾ ആനമൂപ്പൻ എന്താ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക? ക്യാമറ. ഓക്കെ. അടുത്തത് മീൻ ഉത്തരമായിട്ട് വരുന്ന ഒരു കടങ്കഥ നിർമ്മിക്കാനാണ് പറയുന്നത്. മീൻ ഉത്തരമായിട്ട് വരുന്ന ഒരു കടങ്കഥ എങ്ങനെ നിർമ്മിക്കാം? മീൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. കരയിലിട്ടാൽ അതെന്താവും? ചത്തുപോകും. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു കടങ്കഥ നിർമ്മിക്കാം. എങ്ങനെ? വെള്ളത്തിലിട്ടാൽ ഓടും ഞാൻ, കരയിലിട്ടാൽ ചാവും ഞാൻ. അങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് വരും? മീൻ വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ഹൈഡിങ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ജീവി ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ദേ സോ എ ഫ്രണ്ട് ഇൻ എ പോണ്ട് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിൽ, കുളത്തിൽ അവരവരുടെ ഒരു സുഹൃത്തിനെ കണ്ടു. ഹു ഈസ് ദാറ്റ്? അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസേഴ്സ്, ഗിവ് സെയിം കളർ ടു ദ ബോക്സസ് വിത്ത് ദ സെയിം ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ഫ്രണ്ട്. ഇവിടെ കുറച്ച് കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ആഡ് ചെയ്യേണ്ടി, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അതിൻ്റെ ആൻസേഴ്സ്, എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കാണുക. എന്നിട്ട് അതിൽ സെയിം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം സെയിം കളർ കൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സെയിം ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം സെയിം കളർ കൊടുക്കുമ്പോൾ നമുക്ക് അത് ഏത് ജീവിയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 60 + 7 ആണ്. 60 + 7 എത്ര ആൻസർ വരിക? 67. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 33 + 33 ആൻസർ എത്ര വരും? 66 വരും. തേർഡ് ക്വസ്റ്റ്യൻ 50 + 17 67
7 വരും. ഫോർത്ത് 40 + 37, 40 + 37 ആൻസർ എത്ര വരും? 77 വരും. 40 + 37 77 വരും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 30 + 40 70 വരും. 30 + 40 = 70. 34 + 33 = 67. 21 + 46 = 67. And 8th question 88 - 21, 88 - 21 67. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് സെയിം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 67 ആണ്. അപ്പോൾ 67 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ആ ക്വസ്റ്റ്യൻസിന് മാത്രം സെയിം കളർ കൊടുക്കുക. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? 60 + 7 വന്നിട്ടുണ്ട്. 88 - 21 വന്നിട്ടുണ്ട്. 34 + 33 വന്നിട്ടുണ്ട്. 50 + 17 വന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ 21 + 46 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് സെയിം കളർ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ആരാ ഹൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതൊരു ഫ്രോഗാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2ാം ക്ലാസ്സിൻ്റെ 2024 നടന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ഇൻ്റഗ്രേഷൻ 1 ഡേ 1 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്.